നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് പറഞ്ഞിരുന്നു. തേവക്കല് നടത്തിയതുപോലൊന്നും വേണ്ട. ഒരു ചെറിയ ചടങ്ങ് എല്ലാവരുടെയും മുന്നിൽ മുത്തശ്ശിയെ കസേരയിൽ കൊണ്ടുവന്നിരുത്തി മുത്തശ്ശി ആഗ്രഹിക്കുന്ന മധുരങ്ങളൊക്കെ തന്ന് പുതിയ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് ഞങ്ങളുടെ ഒരു സന്തോഷമല്ല അതൊക്കെ. അതെ, നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ മോളെ. പിന്നെ എപ്പോഴെങ്കിലും ആവാം. നമുക്ക് കാശാവുന്നവരെ 70 വയസ്സ് കാത്തു നിൽക്കുവോ? ഇതെങ്ങനെങ്കിലൊക്കെ നടക്കും. ഒന്ന് സമ്മതിക്കേ. മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിലേ മുത്തശ്ശി പിടിച്ചു കെട്ടി കസേരയിലിരുത്തി ചടങ്ങ് നടത്താൻ ഞങ്ങൾക്കറിയാം. അല്ല പിന്നെ സമ്മതിച്ചോ മുത്തശ്ശി, അതാ നല്ലത്. അതെ മോളെ, ഇനി അമ്മയോട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മളത് നടത്തുന്നു. എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്ക്. ഈ കടം വാങ്ങിയിട്ട് കാശ് ചെലവാക്കിയിട്ടുള്ള ഏർപ്പാടൊന്നും വേണ്ട. മുത്തശ്ശിയുടെ സപ്തതിക്കുള്ള കാശൊക്കെ ഞാനൊരു കൊടുക്കയിൽ മാറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ അതിനെ എടുക്കുള്ളൂ. അച്ഛാ, ചടങ്ങിന്റെ കാര്യം അമ്മാവന്റെ വീട്ടിൽ പറയണ്ടേ? എന്തിന്? അവനെ വിളിക്കുകയും വേണ്ട, അവൻ വരികയും വേണ്ട. അങ്ങനെ അല്ലമ്മേ. അളിയൻ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമുക്കൊരു മര്യാദയില്ലേ? നാളെ ഒരു കാലത്ത് അമ്മയുടെ ഒരു ചടങ്ങ് നടന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചെന്നൊരു ചോദ്യം വരാൻ പാടില്ല. പോയി വിളിച്ചേക്കാം. അങ്ങോട്ട് കയറി ചെന്നാലും നാണം കെടുത്തുവിടാ അവൻ. അത് ഞങ്ങള് സഹിച്ചോളാം. അച്ഛാ, നമുക്ക് ഇപ്പൊ തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാം. തീരുമാനം എടുത്തപ്പോ തന്നെ അത് അറിയിക്കുന്നതാണല്ലോ ഒരു മര്യാദ. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ഇനി മുഖവും വീർപ്പിച്ച് രണ്ടും കൂടി വന്നു കയറരുത്. ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ. അമ്മയുടെ ചടങ്ങ് ഗംഭീരമായിട്ട് നടക്കും. വാ നന്ദിനി മോളെ, നമുക്ക്